കളിക്കുന്ന ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സാവിമോൻ്റെ പ്രീ ഷൂട്ട് വീഡിയോ വ്ളോഗാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്കതിൻ്റെ ഇൻട്രോയിൽ ഞാൻ കൊടുത്ത കുറച്ച് ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എൻ്റെ മോനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ നമ്മൾ അവനെ ചിരിപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ കോട്ടയിലാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർക്കാർക്ക് അറിയായിരിക്കും നമ്മുടെ ഈ കോട്ടേനെ പറ്റി. എനിക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ല, പക്ഷേ പ്രേമിക്കുന്ന കാലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. കാരണം നമുക്ക് ഈ മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം മേ ബി. അപ്പോൾ നമ്മൾ വേറെ എന്താ പറയുക ബീച്ചിലും കാര്യങ്ങളിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ അടിപൊളി സ്ഥലമുണ്ട്. അതായത് നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെ കണ്ണൂർ കോട്ടയിലുണ്ട്. നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു ഈവനിങ് ആ സമയമാണ് നമ്മൾ പോകുന്നത്. കാരണം രാവിലെയൊക്കെ ഭയങ്കര വെളിച്ചമായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ ഒരു ക്യാമറാമാൻ പറഞ്ഞു ഈവനിങ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂർക്കാർക്ക് അറിയായിരിക്കും ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്. നമ്മളവിടെ എത്തി. അപ്പോൾ ക്യാമറാമാൻ അവിടെ അപ്പം തന്നെ നമ്മൾ വരുന്നതിന് മുന്നേ അവിടെ തന്നെ പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഷാർപ്പായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ കുറച്ച് തൊങ്ങലും പൊടിപ്പും തൊങ്ങലിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ലേറ്റായി. കാരണം എന്ന് വെച്ചാൽ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിന്. അതുകൊണ്ട് ഞാൻ ഓറും വെള്ളയിൽ, അതായത് വൈറ്റിലാണുള്ളത്. സാവിമോന് സെയിം ഡ്രസ്സ് ഉണ്ട് വൈറ്റ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ണ് എഴുതിയ സംഭവമില്ലേ, അതൊക്കെ ഓനാണ് പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് തന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മോനെയും വെച്ചിട്ട് നമുക്ക് അതൊക്കെ എടുത്തിട്ട് വരുന്നത് ഭയങ്കര റിസ്ക് അല്ലേ. പിന്നെ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ അന്നേ വിചാരിച്ചിന് ഈ കണ്ണൂർ കോട്ടയിലെല്ലാം വന്നിട്ടൊരു വീഡിയോസൊക്കെ എടുക്കണം, ഫോട്ടോസൊക്കെ എടുക്കണം. ആ ആഗ്രഹം എന്തായാലും സാവിമോൻ്റെ പിറന്നാളിന് മുന്നേ നടന്നു. അപ്പോൾ ഇതിൻ്റെ എൻട്രിയിൽ സാധാരണ നമ്മൾ ഈ ഒളിച്ചും പാത്തും പോയ ആ ഒരു പിന്നെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴാട്ടോ മോനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ പ്രേമിക്കുന്ന പോലെ നമ്മൾ എന്തായാലും ആരെങ്കിലും കാണുമോ വെച്ചിട്ടായിരിക്കുമല്ലോ ഓരോ സ്ഥലത്തും പോവുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത സ്പോട്ടുണ്ട്. ഞാൻ പറഞ്ഞിനി പയ്യാമ്പലം പോകാമെന്ന് പറഞ്ഞിനി. പക്ഷേ പയ്യാമ്പലത്തിനേക്കാളും അടിപൊളി ഫോട്ടോസ് ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഓക്കെ ആക്കി. അപ്പോൾ സാവിമോനെ കപ്പയാണ് ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇനി പുള്ളിക്കാരൻ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്. അതുകൊണ്ട് ആ ഡ്യൂട്ടി ഞാൻ പുള്ളിക്കാരന് വിട്ടുകൊടുത്തു. ഇനി സാവിമോൻ ഉറങ്ങാണ്ട് ഉള്ള ടൈം നമുക്ക് എന്തായാലും നല്ല നല്ല ഫോട്ടോസ് എടുക്കണം. കാരണം മക്കളല്ലേ, ഏത് സമയം ടയേർഡാകാമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേഗം വേഗം ക്ലിക്കായിക്കോന്ന്. ഇനിയുള്ളതാ ഗൈസ് നമ്മളെ കഷ്ടപ്പാട്. നിങ്ങൾ കണ്ടു തന്നെ നോക്കോ. ഇവനെ നോക്കേ, ആടെ ചപ്പില്ലല്ലേ, ഒന്ന് എത്തിച്ചെടുത്താ ആടന്ന് മാറ്റിക്കോ. ആടെ കൊഴിഞ്ഞ പോലത്തെ സ്ഥലമുള്ളേ. എടുത്തോ സാവി, ഇവന് പോലത്തെ എല്ലാം എടുത്തോ മൊത്തത്തിൽ. അടിപൊളി അടിപൊളി. ഞാൻ
ഗൈസ്, മക്കളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെടാന്ന് അറിഞ്ഞിട്ടില്ല ഗൈസ്. നമ്മളിൽ എത്ര വേഗം കൊണ്ട് എടുക്കുമെന്നറിയാം. ഇനി അടുത്ത കോസ്റ്റ്യൂമിലേക്ക് നമ്മൾ കടന്നു. ഇനിയാണ് കഷ്ടപ്പാടോട് കഷ്ടപ്പാട്. കാരണം ഇപ്പം നമ്മളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതിന്. കാരണം എന്ന് വെച്ചാൽ ഞാനും ഹസ്ബൻഡും വൈറ്റ് ആട്ടോ. അപ്പോൾ വിചാരിച്ച് നമുക്കും ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്നെല്ലാം വിചാരിച്ചില്ല കേട്ടോ. എന്ത് നടക്കുന്നു നിങ്ങളിപ്പോൾ കണ്ടറിഞ്ഞോ ഗൈസ്. സാവി പ്ലെയിന് പോണ എയറോപ്ലെയിനെ കാണിച്ചു കൊടുക്കടാ. സാവി എയറോപ്ലെയിനെ കാണിച്ചു കൊടുക്ക്. ഇതിനല്ലല്ലോ നമ്മൾ എടുക്കേണ്ടത്, ഈ ഡ്രസ് മാറ്റണ്ടേ? വീപ്പിക്കുന്നു സാവി മോനെ. ഇനി അത് വീപ്പിച്ചോണ്ടിരിക്കും. സാവി സാവി കുക്കു സാവി സാവി കുക്കു 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 കിട്ടീനാ? റാന്തല് താഴെ പുല്ലിനൊക്കെ അധികം കാണുന്നില്ല. അത് നമുക്ക് വേറെ ഒന്നും ഒരു ഒക്കേഷനും കൂടി ഇടാം. ഇത് വേറൊരു സ്ഥലത്തും കൂടി ഇടാം. അങ്ങോട്ട് ഇടെങ്കിലും വെച്ച് വേറെ ഡ്രസ് മാറ്റിക്കുന്നുണ്ടെന്ന് പിന്നെ സാവിക്ക് ഇഷ്ടം പാട്ടാണ്. പാട്ട് വെച്ച് അവൻ എന്തായാലും ഡാൻസ് കളിക്കും. അത് അവൻ്റെ ഫേവറേറ്റ് സോങ് ആണെങ്കിൽ പിന്നെ പറയണ്ട. അതാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും കൂടി ചെയ്യുന്നത്. അവനെ എങ്ങനെയെങ്കിലും എന്താ പറയുക താളം വെപ്പിക്കാം. അപ്പോൾ ഫോട്ടോസ് അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ റീൽസ് മുന്നേ ഇട്ടിട്ടില്ലേ ആ ഫോട്ടോസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നല്ല രസമില്ല അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഷ്ടപ്പാട് കൊണ്ടെടുത്ത വീഡിയോസും ഫോട്ടോസും ആണ് അത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വേണമെങ്കിൽ ആ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആകാശത്തിൽ നോക്കുന്ന ശരിക്കും കുഞ്ഞുമക്കളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അവർ ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കോമാളിത്തരയും ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമോ എന്നുള്ള ഇതിലാണ്. അത് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ടായത്, വേറെ ആരുമില്ല. ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ സാവി ചിരിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അച്ഛനുമായിട്ടാണല്ലോ കൂടുതൽ അറ്റാച്ച് ആയത്. സാവി ജനിക്കുമ്പോൾ തന്നെ അച്ഛനെയാണ് കാണുന്നത്. അത് 2 ആഴ്ച മാത്രമേ ഹസ്ബൻഡ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെയൊക്കെ അവന് ഹീറോയൊക്കെ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ വന്ന് അവൻ എന്തായാലും ചിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛനെന്ന് എന്തോ പണി ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അച്ഛനെ കൂട്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കഷ്ടപ്പെടാണ്ട് വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ട് ചെറിയ രീതിയിൽ ചേഞ്ചാക്കി. അതായത് അതിൻ്റെ വേറെ സ്ഥലത്ത് നമുക്ക് ഡിഫറെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഫോട്ടോസ് കാണാമല്ലോ. അതുകൊണ്ട് കുറച്ച് ചേഞ്ചാക്കി. അപ്പോഴും അവൻ ടയേർഡ് ആയിട്ടില്ല. ഇനിയാണ് നമുക്ക് യഥാർത്ഥ കോസ്റ്റ്യൂം വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ടത്. നമ്മൾ ആദ്യം അതിട്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഇപ്പം ടയേർഡാവും, എനിക്കങ്ങനെ തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ടയേർഡായി. സാവി ജനിക്കോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം.
എന്നാലും നമ്മൾ വിചാരിച്ചതിനും കാട്ടി അടിപൊളി ഫോട്ടോസ് കിട്ടിയില്ല കേട്ടോ ഇവിടെ. ഇവിടെ പല സ്പോട്ടും ഉണ്ട്. മോർണിംഗ് കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. കപ്പിൾ വൈസ് ആയിട്ടായാലും നിങ്ങൾക്കിനി ആഫ്റ്റർ മാരേജ് വീഡിയോസ് ആയാലും നിങ്ങൾക്ക് എങ്ങനെ ആയാലും ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഫാമിലി ഫോട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ വൈറ്റ് ഇട്ടിട്ട് വന്നതേ അതിനായിരുന്നു. ഞാൻ പറഞ്ഞു മോൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, അത് നമുക്ക് ഫ്രെയിം ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള പ്ലാനായിട്ടാണ് ഈ പ്രീ ഷൂട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നത്. മോൻ്റെ ഫോട്ടോസും വേണം, നമ്മളെ ഫോട്ടോസും വേണം. അപ്പോൾ ഇനി ചിരിപ്പിക്കാനുള്ളത് അത്രപ്പാടാണ്. ഇവിടെയും അവൻ ചിരിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ഫ്രെയിമിൽ രസം ഉണ്ടാവില്ല. ആളെ ചിരി നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ അതിനുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും എന്താ പറയുക, അത്രയും കഷ്ടപ്പാടുണ്ട് ഗൈസ് ഈ ഒരു പ്രീ ഷൂട്ട് വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോൻ്റെ കൂടെയുള്ള ആ ഫോട്ടോസ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് എന്താ പറയുക ഓക്കെ ആകും ആൾ അല്ലേ. ഈ മാസം അല്ലെങ്കിൽ ഒരു വയസ്സെത്തുന്ന ആ സമയം എങ്ങനെയായിരിക്കും കുട്ടികളുണ്ടാവുക, അതുപോലെ തന്നെയാണ് എൻ്റെ മോനും ഉള്ളത് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് അച്ചാച്ചൻ്റെ പേര് പറയുന്നുണ്ടോ. അപ്പോൾ അവൻ്റെ ശ്രദ്ധ വേറെ രീതിയിൽ പോയിട്ട് അവൻ അവിടുന്ന് സ്മൈൽ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരനറിയാം അച്ചാച്ചൻ അവിടെ ഇല്ലയെന്ന്. എൻ്റെ ഗൈസ് ഞാൻ ഈ ക്യാമറാമാൻ്റെ ബാക്കിലും സൈഡിലൊക്കെ ഇരുന്നിട്ട് നല്ലോണം ഒച്ച ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ട ഗൈസ്. എൻ്റെ ഭഗവാനെ മതിയായി എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക്, അതായത് ഫോട്ടോസിൻ്റെ പിന്നണി പ്രവർത്തകർക്കില്ലേ റെഡിക്ക് എന്തെങ്കിലും ജ്യൂസോ മറ്റേ വെള്ളമോ കരുതി വെക്കണം. അത്രയും നമ്മൾ ടയേർഡാവും. അപ്പോൾ ഈ കുട്ടികളെ ഫോട്ടോസെല്ലാം എടുക്കുന്നവരെ സമ്മതിക്കണം ഗൈസ്. നമുക്കൊരു 2-3 ടേക്ക് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുത്തതെന്നറിയാം. ഇനിയാണ് സാവിയുടെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ. അപ്പോഴത്തേക്ക് ഗൈസ് അവൻ ടയേർഡായി. നമ്മൾ വിചാരിച്ചിട്ട് അവനിങ്ങനെ ടയേർഡാവും. കാരണം നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഫസ്റ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു. നമ്മൾ ആദ്യം അത് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഡ്രസ്സിൽ ആകെ 2 ഫോട്ടോ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഡ്രസ്സിലൊക്കെ നല്ല ഫോട്ടോസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് ലാസ്റ്റ് ഇട്ടിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പ്ലേസിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫോട്ടോ കിട്ടുമെന്ന് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ സാവിയുടെ ആ ഒരു അവസ്ഥയും നമ്മൾ ആലോചിക്കണമല്ലോ. പക്ഷെ നമ്മൾ നന്നായി കഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുത്തവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. മക്കളെയും കൂട്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ടാസ്ക്കാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ചങ്ങായി കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറയുക സഹായമായി. കാരണം നമ്മൾ ഫാമിലിയായിട്ട് ഫോട്ടോ എടുക്കുമ്പം പുള്ളിക്കാരൻ നല്ല രീതിയിൽ ആ മോനെ ചിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് അവൻ ടയേർഡായി കേട്ടോ. ഈ ഒരു ഡ്രസ്സിലായിരുന്നു നമ്മളെ മെയിൻ ലക്ഷ്യം നല്ല രീതിയിൽ. എന്നിട്ടും പാട്ട് പാടിയിട്ടും ഡാൻസ് കളിപ്പിച്ചിട്ടും അവൻ്റെ മെയിൻ പാട്ടില്ലേ നമ്മുടെ ആ ഒരു കുക്കുറുക്കൻ, ആ ഒരു പാട്ടാണ് അവൻ്റെ മെയിൻ ഫേവറേറ്റ് പാട്ട്. വെള്ളി നക്ഷത്രത്തിൽ അത് കാർട്ടൂൺ ആനിമേഷനായിട്ട് ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. ഞാൻ അതാണ് വെച്ച് കൊടുക്കൽ. അതുകൊണ്ട് ഭയങ്കര ചെറുപ്പത്തിലേ വെച്ച് കൊടുക്കലുണ്ട്. അതുകൊണ്ട് ആ പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ വെച്ചിട്ടാണ്. കാരണം ആൾ നല്ല ടയർഡായി ഗൈസ്. ഞാൻ വിചാരിച്ചു ഈ ഒരു ഡ്രസ്സ് ലാസ്റ്റ് ഇട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് അങ്ങ് എടുക്കാമെന്നൊക്കെ വെച്ച് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ മോനല്ലേ, കുഞ്ഞളല്ലേ, ആൾ മാറി. അപ്പോൾ കുറച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് പുറപ്പെട്ട് ഗൈസ്. കാരണം ഇനി ഇത്രേ പറ്റൂ. അവനെ കൊണ്ട് കഴിയുന്ന പരമാവധി അവൻ ക്യാമറയിൽ നിന്ന് തന്നു. ഇപ്പോഴാണ് എൻ്റെ മോൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എത്ര സമയം എന്ന് പറയും. ഒന്നാമത് ഈ ഒരു ഡ്രസ്സില്ലേ ഭയങ്കര ടൈറ്റാണ്. അതായത് ഈ ഒരു ബോ എല്ലാം വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണല്ലോ. എന്തായാലും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. എന്നാലും നമുക്ക് ബർത്ത്ഡേക്ക് നല്ലൊരു ഫോട്ടോ വേണ്ടേ. അതിന് വേണ്ടിയിട്ടൊക്കെ ഗൈസ് ഇത്രയും കഷ്ടപ്പെട്ട് കണ്ണൂർ കോട്ട വരെ നമ്മൾ വന്നത്. സാധാരണ കണ്ണൂർ കോട്ടയ്ക്കൊന്നുമല്ല, നമ്മൾ ബീച്ചിലാണ് പോകാറ്. പക്ഷേ ബീച്ചിൽ ഈ സമയം നല്ല ആളുണ്ടാവും. നമുക്ക് നമ്മളെ പ്രൈവസി കിട്ടില്ല. പിന്നെ ചാൽ ബീച്ചിലാണ് പോകേണ്ടത് എൻ്റെ നാട്ടിൽ. അത് നടക്കില്ല.
അവിടെ നമ്മൾ ട്രാവൽ ചെയ്ത് എത്തുമ്പോഴത്തേക്ക് സാവി ഉറങ്ങും. പിന്നെ ഉറങ്ങി ആ മുഖം കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ കിട്ടില്ല. പിന്നെ എന്താണ് ഈ ഫോട്ടോ എന്ന് വെച്ചിട്ട് എന്തിനും ഇങ്ങനെ കിടന്ന് വീഴുന്നതെന്ന് ചിലവർ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ 1 വയസ്സിൽ, അതായത് ഫസ്റ്റ് ബർത്ത്ഡേ, അങ്ങനെ ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞത് ഭയങ്കര എല്ലാവരും നോട്ട് ചെയ്ത ഫോട്ടോ ആയിരിക്കും. അതായത് എങ്ങനെ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടോയെന്നറിയില്ല, എന്നാലും എൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 1 വയസ്സുള്ള ഫോട്ടോ എല്ലാം ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ ചങ്ങായി അങ്ങ് പോയിട്ടാ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെട്ടു. ഇനി എനിക്ക് എന്തായാലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു ഷേക്കോ എന്തായാലും വേണം ഗൈസ്. അത്രയും ഞാൻ ടയേർഡാണ്. അതുപോലെ തന്നെ ചങ്ങായി നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടാവും. ഒരു പ്രശ്നമില്ല, ആർക്കും മനസ്സിലായി. ബൈ. Thank you for watching.